മലയാള സിനിമയിൽ പല നിർമ്മാതാക്കളും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരാണെന്ന് മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി. ആദ്യ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചതായി അവകാശപ്പെട്ട പുലിമുരുകൻ സിനിമയുടെ നിർമ്മാതാവ് വരെ കടക്കെണിയിലായി. നിലവിലെ ചർച്ചകൾ സിനിമാ വ്യവസായത്തിന് ഗുണം ചെയ്യും, താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും ടോമിൻ തച്ചങ്കരി പറഞ്ഞു. പല നിർമ്മാതാക്കളും അത്ര സാമ്പത്തികമായ നിർമ്മാതാവാനായിട്ടുള്ള പൈസ ഉള്ളവരല്ല. ഇപ്പോൾ ഒരു പടം ഒരു വലിയ താരത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കോൾ ഷീറ്റ് കിട്ടിയാൽ അത് വെച്ച് അയാൾ സിനിമാക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, OTT-കാരുടെ കയ്യിൽ നിന്ന് മേടിക്കും, അതുപോലെ തന്നെ പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ നേരിടുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് മുൻ DGP-യും ചലച്ചിത്ര പ്രവർത്തകനുമായ ടോമിൻ ജെ തച്ചങ്കരിയുടെ അഭിപ്രായം. പലരും കടമെടുത്തും OTT-യിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിയുമാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പുലിമുരുകൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, ഞാനല്ല ഫൈനാൻസ് ചെയ്ത ആ പടം എത്ര ഹിറ്റായെന്നാ നിങ്ങളെല്ലാം പറഞ്ഞത്. അതിന് KFC എടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞ് പറയുന്ന പോലെ ഒന്നും അല്ലാന്ന്. പുള്ളി ഈ പ്രൊഡ്യൂസറുടെ കാര്യം ബുദ്ധിമുട്ടില്ല, എനിക്ക് പരിചയമുള്ള എൻ്റെ അടുത്ത നാട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പം ഈ അദ്ദേഹം ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു പിക്ചർ, ഒരു ഫിഗറുണ്ട്, ഇത് വലിയ ലാഭമായിരുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷെ എൻ്റെ ഇന്ന് കടം മേടിച്ച് എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കാണിക്കുന്ന ഫിഗർ വ്യത്യാസമാണ്. 100 കോടി ക്ലബ്ബ് എന്നത് യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല. മികച്ച സിനിമകൾക്ക് പോലും പലപ്പോഴും ആ നേട്ടമുണ്ടാക്കാനാകില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ 5 കോടി കളക്ട് ചെയ്തു, 10 കോടി കളക്ട് ചെയ്തു. ഈ വല്ലവരും പറഞ്ഞ ഉടനെ അങ്ങേപ്പോലുള്ള പത്രക്കാരുമായിട്ട് അടുത്ത് അങ്ങ് വിഴുകുന്നു. നിലവിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന ചർച്ച ഗുണകരമാണ്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു. അപ്പൊ ഇതിലേക്ക് ഒരു മാറ്റം വേണം എന്നുള്ളത് സംശയപ്പെട്ട കാര്യമാണ്. കാരണം കോവിഡ് സമയത്ത് ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റ് വെച്ചിട്ടാണ് ഈ OTT-യും കാര്യങ്ങളും OTT-കാരെല്ലാം വില കുറച്ചു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ വില കുറച്ചേ പറ്റൂ. ഈ താരങ്ങളെല്ലാം കുറയ്ക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം അവർക്കും ഈ പ്രൊഡ്യൂസർ ഉണ്ടായാലല്ലേ അവരുള്ളൂ, ചുവരുണ്ടായാലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. ജനം, കൊച്ചി.